നമുക്കെല്ലാം ഏറെ സുപരിചിതനായ കമാൽ പാഷ സാർ കഴിഞ്ഞ ദിവസം തൻ്റെ ചാനലിൽ 2 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഉസ്ബെക്കിസ്ഥാനിൽ കൊല്ലപ്പെട്ട മെഡിക്കൽ വിദ്യാർത്ഥിനിയുടെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. അതിദാരുണമായ മരണം, മൃഗീയമായ പീഡനങ്ങൾ സഹിച്ച് കൊല്ലപ്പെട്ട ആ മെഡിക്കൽ വിദ്യാർത്ഥിനിയുടെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് നടത്തിയ വീഡിയോ. ഇവിടെ അദ്ദേഹം പറയുന്നത് പുര കത്തുമ്പോൾ വാഴ വെട്ടരുത് എന്ന പ്രയോഗത്തോടു കൂടി അദ്ദേഹം പറയുകയാണ്, ഇതിലേക്ക് മതത്തെ വലിച്ചിഴക്കരുത്, മതസ്പർദ്ധ ഉണ്ടാക്കരുത് എന്ന് അദ്ദേഹം ഉപദേശിക്കുകയാണ്. ഈ പറയുന്നത് പോലെ അവൻ മതം മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒഫൻസിനും അതിനും അവനെ ചാർജ് ചെയ്യണം. മതം മാറ്റാൻ ശ്രമിച്ചു, അതിന്റെ വൈരാഗ്യം കൊണ്ടാണ് ഇത് ചെയ്തതെന്നൊക്കെ ഒരാൾ പറയുന്നത് കേട്ട് അത് എനിക്കൊരു വിശ്വാസ്യത അതിൽ തോന്നുന്നില്ല. മതം മാറ്റാൻ ശ്രമിക്കുന്നത് എങ്ങനെ ഇയാൾ അറിഞ്ഞെന്നുള്ളത് നമുക്കറിയില്ല. ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന സംഭവമാണ്, 2 പേരും അവിടാണ്. പിന്നെ ഇതെങ്ങനെ നടന്നെന്ന് വെച്ചാൽ ഈ പെൺകുട്ടി എഴുത്തോ ലെറ്റർ വേണം, അല്ലെങ്കിൽ അതിന്റെ മെസ്സേജുകൾ എന്തെങ്കിലും വേണം, അല്ലെങ്കിൽ ഇമെയിലുകൾ എന്തെങ്കിലും വേണം. ഇതെങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറയുന്നതിൽ കഴമ്പുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ പുര കത്തുമ്പോ വാഴ വെട്ടുന്ന ഒരു പരിപാടിയാണ് ഈ നടക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ഒരു കാര്യം പറയാൻ പാടില്ല. ഉണ്ടെങ്കിൽ അതിന് നടപടി വേണം. അത് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, വേണം. പക്ഷേ അത് വെച്ചുകൊണ്ട് മതങ്ങൾ തമ്മിലുള്ള ഒരു വൈരാഗ്യം ഉണ്ടാക്കേണ്ട കാര്യം ഇതിലില്ല. ഇതുണ്ടെങ്കിൽ അതിന് നടപടി വേണം. അപ്പോൾ ഇതാണ് കമാൽ പാഷ സാർ പറയുന്നത്, മതത്തെ വലിച്ചിഴക്കരുത്, മതസ്പർദ്ധ ഉണ്ടാക്കരുത്. എനിക്ക് ഇങ്ങനെ ചിന്തിക്കുന്ന എല്ലാവരോടുമായിട്ട് പറയാനുള്ള കാര്യം ഇതാണ്. സ്പർദ്ധയുണ്ടാകുന്ന മതങ്ങൾ അതിനാൽ തന്നെ മോശമായ മതങ്ങളാണ്. മനുഷ്യനെ വേർതിരിക്കുന്ന, മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ വേർതിരിക്കുന്ന മതങ്ങൾക്ക് ദൈവവുമായോ സ്വർഗവുമായോ യാതൊരു ബന്ധവുമില്ല. മരണാനന്തര ജീവിതവുമായി യാതൊരു ബന്ധവുമില്ലാത്ത മതങ്ങളാണ്. അതുകൊണ്ട് മതങ്ങൾ വിമർശിക്കപ്പെടണം. ഒരു മതത്തെ വിമർശിച്ചാൽ സ്പർദ്ധയുണ്ടാകുമെങ്കിൽ ആ മതം ശരിയല്ല എന്ന് പറയുവാനുള്ള ആർജവത്വമാണ് നമ്മൾ കാണിക്കേണ്ടത്. ഇനി ഇവിടെ പറയുന്നു, മതം മാറ്റാൻ വേണ്ടി ഉള്ള നടപടികൾ, മതം മാറ്റാൻ വേണ്ടിയാണ് പീഡിപ്പിച്ചതെങ്കിൽ നടപടി എടുക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്, മതങ്ങൾ മാറാനുള്ളതാണ്, രാഷ്ട്രീയ പാർട്ടികൾ മാറാനുള്ളതാണ്. രാഷ്ട്രീയം അനിവാര്യതയാണ്. പക്ഷേ കക്ഷി രാഷ്ട്രീയം, അതായത് ഏതെങ്കിലും ഒരു പാർട്ടി ഒരു നാടിന് ആവശ്യമാണ് എന്ന് തെളിയിക്കേണ്ടത് ആ പാർട്ടിയുടെ കടമയാണ് എന്ന് പറഞ്ഞ് ദൈവവിശ്വാസം അനിവാര്യമാണ്, അല്ലെങ്കിൽ കുത്തഴിഞ്ഞ ജീവിതമുണ്ടാകും. പക്ഷെ മതവിശ്വാസം അനിവാര്യമാണ് എന്ന് സ്ഥാപിക്കേണ്ടതും തെളിയിക്കേണ്ടതും ആ മതത്തിൻ്റെ ബാധ്യതയാണ്. ഈ വ്യത്യാസമാണ് ഇങ്ങനെ ചിന്തിക്കുന്നവർ മനസ്സിലാക്കേണ്ടത്. ഇപ്പം മോശം മതമാണ് എങ്കിൽ തൻ്റെ സഹപാഠിയെ കൊല്ലാൻ പറയും. ഇപ്പം ബിൻ ലാദൻ ഒരു സാധാരണ മനുഷ്യനായി പിറന്നു വീണ വ്യക്തിയാണ്. ബിൻ ലാദനെ ആരാണ് ഇങ്ങനെയാക്കിയത്? 100 കണക്കിന് ഭീകര സംഘടനകളെ സൃഷ്ടിച്ചത് എന്താണ്? തീവ്രവാദമാണ്. തീവ്രവാദം എവിടെ നിന്ന് വരുന്നു? പൊളിറ്റിക്കൽ ഇസ്ലാമിൽ നിന്ന് വരുന്നു. അപ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ റിലീജിയനാണ്. അപ്പം മതങ്ങൾ വിമർശിക്കപ്പെടട്ടെ എന്ന് മനുഷ്യരെ നമുക്ക് ഒഴിവാക്കാം. ഇപ്പം ഈ പയ്യൻ ഒരു മതത്തിൻ്റെ ഇരയാണോ എന്ന് ആർക്കറിയാം? അങ്ങനെയാണെങ്കിൽ ഈ പയ്യൻ ഒരു മതത്തിൻ്റെ ഇരയാണോ എന്ന് പരിശോധിച്ച് നോക്കണം. അപ്പോൾ അങ്ങനെ പരിശോധിക്കുമ്പോൾ സ്പർദ്ധയുണ്ടാകുമെങ്കിൽ ആ മതം എങ്ങനെ നല്ല മതമാകും? അതിന് ദൈവവിശ്വാസവുമായി യാതൊരു ബന്ധവുമില്ല. ഇങ്ങനെ ചിന്തിക്കുന്നവരോട് എനിക്ക് ചോദിക്കുവാൻ വളരെ പ്രസക്തമായ, എൻ്റെ ഉള്ളിൽ തട്ടി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്: എന്തിനാണ് മതം? മതവും രാഷ്ട്രീയ പാർട്ടികളും തമ്മിൽ വ്യത്യാസമില്ലേ? അപ്പം വാട്ട് ഈസ് ദ നീഡ് ആൻഡ് നെസസിറ്റി ഓഫ് റിലീജിയൻ? എന്താണ് ആവശ്യം, അത്യാവശ്യം എന്താണ് മതത്തിൻ്റെ? അത് മനുഷ്യനെ സംസ്കരിക്കാനായിരിക്കണം. തൻ്റെ സഹപാഠിയെ മതത്തിനപ്പുറത്തേക്ക് കടന്ന് കാണുവാൻ സഹായിക്കുന്നതായിരിക്കണം യഥാർത്ഥ മതം. അപ്പോൾ മതങ്ങൾ തലനാരിയുടെ കീറി പരിശോധിക്കപ്പെടണം. ഇപ്പം കുറച്ച് പേരൊക്കെ, മതത്തിലുള്ള കുറച്ച് പേര് തിന്മ ചെയ്യുന്നുണ്ട് എന്ന് കരുതി മതത്തെ വിമർശിക്കരുത് എന്നൊരു വാദം സ്ഥിരം ഉയർന്നു കേൾക്കുന്നുണ്ട്. മതത്തിൽ വിശ്വസിക്കുന്ന കുറച്ച് പേർ, അല്ലെങ്കിൽ ഇസ്ലാമിൽ, പൊളിറ്റിക്കൽ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന കുറച്ച് പേർ മോശമായി പെരുമാറുന്നു എന്നോർത്തുകൊണ്ട് മതത്തെ മൊത്തം ആക്ഷേപിക്കരുതെന്നുള്ള വാദം ഉയർത്തുന്നവരോട് എനിക്ക് പറയുവാൻ, മദ്യം ഉപയോഗിക്കുന്നവരിൽ ഇപ്പം 100 പേര് മദ്യം ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അതിൽ 90 പേരും നല്ലവരാണെന്ന് കരുതി മദ്യം നല്ലതാകുന്നില്ല. 100 പേർ മദ്യം ഉപയോഗിക്കുന്നവരിൽ 90 പേരും പ്രശ്നക്കാരല്ല എന്നോർത്തുകൊണ്ട് മദ്യം നല്ലതാകുന്നില്ല. മദ്യം തന്നെയാണ്. മാനസികവും ശാരീരികമായ പ്രശ്നങ്ങൾ മദ്യമുണ്ടാക്കും. അത് എപ്പോഴാണ് ഒരു വ്യക്തിയെ കീഴടക്കുക എന്ന് പറയാൻ പറ്റില്ല. ദർ ഈസ് എ റിസ്ക്, ഒരു അപകടമുണ്ട് മദ്യത്തിൽ.
എന്ന് പറഞ്ഞതുപോലെ ചില മതങ്ങളിൽ അതിനാൽ തന്നെ അപകടമുണ്ട്. അതുകൊണ്ട് മതങ്ങൾ പരിശോധിക്കപ്പെടണം. ജാതിയിലും അന്ധവിശ്വാസത്തിലും അനാചാരങ്ങളിലും നാട് വിട്ടുപോകാനും പൊട്ടിത്തെറിക്കാനും കാഫിറെന്ന് വിളിക്കാനുമൊക്കെ പ്രേരിപ്പിക്കുന്ന മതങ്ങളും മതപ്രമാണങ്ങളും മതഗ്രന്ഥങ്ങളും വിമർശിക്കപ്പെടുകയും മനുഷ്യരാശിയുടെ പൊതുമണ്ഡലത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുകയും ചെയ്യണം. വിദ്യാഭ്യാസത്തിനും വികസനത്തിനും സാമ്പത്തികവും സാംസ്കാരികവുമായ ഉന്നതി, അഭിവൃദ്ധി, വളർച്ച മനുഷ്യന് കൊടുക്കുന്ന മതങ്ങളിലേക്ക് മാറുവാൻ മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ടാകണം. രാഷ്ട്രീയ പാർട്ടികൾ കൂടുതൽ വികസനവും ക്ഷേമവും കൊണ്ടുവരുന്ന രാഷ്ട്രീയ പാർട്ടികളിലേക്ക് മനുഷ്യർ മാറുകയും അതിന് വോട്ട് ചെയ്യുകയും ചെയ്യാറുണ്ട്. മതവും അങ്ങനെ തന്നെയാകണം. ആരോഗ്യകരമായ മത്സരമുണ്ടാകണം. തലനാരിഴ കീറിയുള്ള വിമർശനങ്ങളുണ്ടാകണം. ക്രിസ്തു ബൈബിളിൽ നല്ല കൃത്യമായി പഠിപ്പിച്ചു, മനുഷ്യൻ മതങ്ങൾക്ക് വേണ്ടിയല്ല, മതങ്ങൾ മനുഷ്യന് വേണ്ടിയാണ് എന്ന്. അതായത് ബൈബിളിൻ്റെ ഭാഷയിൽ നിയമത്തിന് വേണ്ടി, നിയമം മനുഷ്യന് വേണ്ടിയാണെന്ന് പഠിപ്പിക്കുകയാണ്. സാബത്ത് പോലും നന്മ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം എന്ന് ക്രിസ്തു പഠിപ്പിച്ചു. എന്നിട്ട് സാബത്തിൽ ക്രിസ്തു രോഗശാന്തി കൊടുക്കുകയാണ്. അത് കൃത്യമായും ക്രിസ്തു കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇപ്പം മതങ്ങളെ എടുത്താൽ ക്രിസ്ത്യാനികളെ എടുത്തു. ക്രിസ്ത്യാനികളിൽ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം, ഞാനടങ്ങുന്ന ക്രൈസ്തവരെന്ന് അവകാശപ്പെടുന്നവരിൽ ധാരാളം കുറവുകളുണ്ട്. പക്ഷേ ക്രിസ്തുവിലേക്കും അപ്പസ്തോലന്മാരിലേക്കും വരുമ്പോൾ അതില്ല. അപ്പോൾ എൻ്റെ മതം അങ്ങനെയാണോ എന്ന് പരിശോധിച്ച് നോക്കുവാൻ ഇത്തരക്കാർ തയ്യാറാകണം. എൻ്റെ മതസ്ഥാപകനിൽ, എൻ്റെ മതഗ്രന്ഥത്തിൽ വർഗീയതയുണ്ടോ, ഭീകരവാദമുണ്ടോ, തീവ്രവാദമുണ്ടോ, വികസന വിരുദ്ധതയുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കാൻ തയ്യാറാകണം. അപ്പോൾ ഈ കുഞ്ഞുങ്ങളും തെറ്റായ മതത്തിൻ്റെ ഇരകളാണോ എന്ന് പരിശോധിക്കണം. ബിൻ ലാദൻ തെറ്റായ മതത്തിൻ്റെ ഇരയാണ്. സൗദി അറേബ്യയുടെയും UAE-യുടെയും ഭരണാധികാരികൾ കൃത്യമായി പഠിപ്പിക്കുന്നു, ഞങ്ങൾക്ക് ഈ പറയുന്ന ഇസ്ലാമിൻ്റെ മോഡറേറ്റ് വേർഷൻ മാത്രം ഞങ്ങൾ അനുവദിക്കുകയുള്ളൂ. അപ്പോൾ പലതരം വേർഷനുകൾ അവിടെ ഉണ്ടല്ലോ, മിസ്യൂസ് ചെയ്യപ്പെടാൻ സാധിക്കുന്ന എല്ലാം അവിടെയുണ്ട്. UAE-യുടെ ഭരണാധികാരികൾ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു, തീവ്രവാദത്തിൽ നിന്നാണ് ഭീകരവാദം ഉണ്ടാകുന്നത്. ഈ തീവ്രവാദം എവിടെ നിന്നുണ്ടാകുന്നു? മതത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥത്തിൽ നിന്നും മതസ്ഥാപകനിൽ നിന്നും ഉണ്ടാകുന്നു, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നുണ്ടാകുന്നു. ഖുറാനും ഹദീസുകളും പരിശോധിച്ച് നോക്കുക. ഇസ്ലാമിലെ തീവ്രവാദം എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് പൊട്ടി വീഴുന്നതല്ല. ഖവാരിജികൾ എന്ന് വിളിക്കപ്പെടുന്ന തീവ്രവാദി സംഘടന 650കളിൽ തന്നെ 50നും 700നും ഇടയ്ക്ക് തന്നെ ഖവാരിജികൾ എന്ന് പറയുന്ന തീവ്രവാദി സംഘടന ഉണ്ടായിരുന്നുവെന്ന് ഇസ്ലാമിക ചരിത്രകാരന്മാർ പഠിപ്പിക്കുന്നു. അപ്പം മതങ്ങൾ പരിശോധിക്കപ്പെട്ടിരുന്നു. വിദ്യാഭ്യാസത്തിനും വികസനത്തിനും സംസ്കാരത്തിനും സാമ്പത്തികവുമായ ഉന്നതി നൽകുന്ന, വളർച്ച നൽകുന്ന മതങ്ങളിലേക്ക് മനുഷ്യൻ മാറട്ടെ. വിദ്യാഭ്യാസത്തിനും വികസനത്തിനും സംസ്കാരത്തിനും മാനവികതയ്ക്കും എതിര് നിൽക്കുന്ന മതങ്ങൾ വിമർശിക്കപ്പെടട്ടെ. അങ്ങനെ മതങ്ങളെ വിമർശിക്കുമ്പോൾ സ്പർദ്ധയുണ്ടാകുന്ന മതങ്ങൾ മനുഷ്യന് ഉപകാരം ചെയ്യില്ല എന്ന് മാത്രവുമല്ല, മനുഷ്യരാശിക്ക് ഭീഷണിയാണെന്നും അത്തരം മതങ്ങളുടെ ഇരകളെ രക്ഷിക്കേണ്ടത് വിദ്യാഭ്യാസവും വിവരവുമുള്ള സമൂഹത്തിൻ്റെ കടമയാണ് എന്നും ആണ് എനിക്കിങ്ങനെ ചിന്തിക്കുന്നവരെ ഓർമ്മിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് മതങ്ങൾ മനുഷ്യന് വേണ്ടിയായിരിക്കണം, മനുഷ്യനെ സംസ്കരിക്കാൻ വേണ്ടിയായിരിക്കണം മതങ്ങൾ. മനുഷ്യനെ നല്ല മനുഷ്യനാക്കി മാറ്റുവാൻ, നല്ല രാഷ്ട്രീയക്കാരെ, നല്ല ഉദ്യോഗസ്ഥരെ, നല്ല കർഷകരെ, നല്ല IT പ്രൊഫഷണൽസിനെ, നല്ല മെഡിക്കൽ പ്രൊഫഷണൽസിനെ, നല്ല രാഷ്ട്രീയക്കാരെ സൃഷ്ടിക്കുന്നതായിരിക്കണം മതങ്ങൾ.